വടകര മീത്തലെ മുക്കാളിയിൽ ദേശീയപാത വികസനം നടക്കുന്ന മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. പുലർച്ചെ 1 മണിയോടെയാണ് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി മണ്ണിടിഞ്ഞത്. മണ്ണിടിഞ്ഞതിന് തൊട്ടുമുകളിലായി നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ഇരുമ്പ് കമ്പികളും ഫൗണ്ടേഷനും ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നടിഞ്ഞ നിലയിലാണ്. മണ്ണിടിഞ്ഞു വീണ ഭാഗത്തിന് തൊട്ടുമുകളിലായി നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഏത് നിമിഷവും സ്വന്തം വീടുകൾ നിലംപൊത്തുമോ എന്ന വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. 50 മീറ്ററിലധികം ഉയരമുള്ള സ്ഥലത്ത് കേവലം 3 മീറ്റർ മാത്രം നീളമുള്ള കമ്പികൾ മണ്ണിലേക്ക് കയറ്റി സോയിൽ നെയിലിംഗ് എന്ന നിർമ്മാണ രീതിയാണ് കരാർ കമ്പനി അവലംബിച്ചിരുന്നത്. ഇത് ശാസ്ത്രീയമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രക്ഷോഭം നടത്തിയിരുന്നു. തുടർന്ന് പലതവണ മണ്ണിടിച്ചിലുണ്ടായതോടെ നാട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതിഷേധവുമായി വീണ്ടും രംഗത്തെത്തി. ഇതോടെയാണ് ശാശ്വത പരിഹാരമെന്ന നിലയിൽ ഇവിടെ കോൺക്രീറ്റ് വാൾ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ആ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും കൂറ്റൻ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഒരു ഭീകര സൗണ്ടും കേട്ടോ. ഞാൻ കട്ടിയുമ്പോൾ കിടക്കുമ്പോൾ കട്ടിലടക്കം കുലുങ്ങിക്ക് മണ്ണ് വീണിട്ട് സൗണ്ട് കൊണ്ട് ഇത് തെറിച്ച് വീണാണോന്നും അറിയില്ല. എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. ഭയങ്കര സൗണ്ടായിരുന്നു, നല്ലോണം ജർക്കിംഗ് ഉണ്ടായിരുന്നു. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ അവിടെ ആളുണ്ടാവും. പിന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ സെക്യൂരിറ്റി ഒന്നും കണ്ടില്ല. ഈ സാധനം വന്ന് തെറിച്ച് വല്ല വണ്ടിക്ക് വീണൊന്നും അറിയില്ല. നമ്മള് മേലെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് ആളും പിന്നെ വണ്ടിയൊക്കെ കാണുന്നത്. അന്നേരം ആ വണ്ടികളിൽ വന്ന ആൾക്കാർ ഒരിക്കൽ പോകേണ്ട സൗകര്യത്തിൽ കുറച്ച് നീക്കിയിരുന്നു സാർ. നിലവിൽ അപകടാവസ്ഥയിലാണ് പ്രദേശം. തൊട്ടടുത്ത ഭാഗങ്ങളും ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വടകര.